സിനുജി, ഈ നാറ്റോ സഖ്യത്തെ തകർക്കാൻ വേണ്ടി റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാദിമിർ പുടിൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇതങ്ങനെ പിടിക്കുന്നില്ല. അപ്പോൾ അമേരിക്കയാണ് ഈ നാറ്റോ സഖ്യത്തിൻ്റെ തലവനെങ്കിലും ഇപ്പോൾ വന്ന പുതിയ ഏറ്റവും അധികാരമേൽക്കാൻ പോകുന്ന പ്രസിഡന്റ് ട്രംപിന് ഈ നാറ്റോ സഖ്യത്തോട് വലിയ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി കയറി ഈ നാറ്റോ സഖ്യത്തെ ഇല്ലാതാക്കുമോ? അതിനുള്ള സാധ്യത മുന്നിൽ കാണാം. കാരണം എന്താ പറയുക, ഈ റഷ്യ ആക്രമിക്കുന്നതിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് നാറ്റോ സഖ്യങ്ങളായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ പോയതാണ് ഈ യുദ്ധത്തിന് തുടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാറ്റോ സ്വാഭാവികമായും ഉക്രൈനെ സംരക്ഷിക്കാൻ യുദ്ധത്തിന് തയ്യാറെടുക്കണം. ഇപ്പൊ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തെ കേന്ദ്രീകരിച്ച് നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ ഒരു യുദ്ധത്തിനുള്ള കൂട്ടുകയാണ്. ഇപ്പം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഡൊണാൾഡ് ട്രംപിനും ഈ നാറ്റോയുടെ താല്പര്യമില്ല. കാരണം കഴിഞ്ഞ തവണ ഒരു 4 വർഷം മുമ്പ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ നാറ്റോയെ തീരെ അദ്ദേഹത്തിന് കണ്ടുകൂടായിരുന്നു. മാത്രമല്ല ഫ്രാൻസുമായിട്ടും അതുപോലെ തന്നെ ജർമ്മനിയുമായിട്ടും ഒക്കെയുള്ള ഒരു ബന്ധം ഏതാണ്ട് പൂർണ്ണമായും വിട്ടുപോകുന്ന അവസ്ഥയിലെത്തി. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ ഭീഷണിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നാറ്റോ രൂപീകരിച്ചത്. അപ്പോൾ ഈ നാറ്റോ രൂപീകരിച്ചപ്പോൾ ഡിഫൻസ് കാര്യത്തിൽ അവിടുത്തെ GDP-യുടെ 2% തുക നൽകണമെന്നൊരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിരുന്നു. അമേരിക്ക അതിന് പൈസ കൊടുത്തു. പക്ഷേ മറ്റു രാജ്യങ്ങളാരും പൈസ കൊടുത്തില്ല. അപ്പോൾ അമേരിക്ക ചോദിക്കുന്നത് നാറ്റോയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ പ്രശ്നമുണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. അതിനുള്ള പണവും ആയുധങ്ങളും കൊടുക്കുന്ന അമേരിക്കയാണ്. ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളുടെ കയ്യിലുള്ള പൈസയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അമേരിക്കൻ പൗരന്മാർ നൽകുന്ന ടാക്സ് ഇനി നാറ്റോയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബിസിനസ്സുകാരനും കൂടെയാണ്. അതെ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. കച്ചവടമാണ് ലക്ഷ്യം, അല്ലാതെ യുദ്ധമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ നാറ്റോ സഖ്യം ഇനി വേണോ, ഇവരെ അങ്ങ് പിരിച്ചു വിട്ടുകൂടായോ, ഈ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നത്. മാത്രമല്ല നാറ്റോ സഖ്യം വിപുലീകരിക്കാൻ, അത് പുതിയ നവീകരണത്തിന്റെ പാതയിലേക്ക് പോകാനൊക്കെ ചില രാജ്യങ്ങൾ ശ്രമിച്ചു. ട്രംപ് ചോദിക്കുന്നത് എന്ത് കാര്യത്തിന്? 2% പൈസ നൽകണമെന്ന് GDP-യുടെ അത്രയും നൽകാൻ ഡിഫൻസ് കാര്യത്തിനാണ്, എന്തെങ്കിലും ഒരു പ്രതിരോധ ആവശ്യങ്ങൾ വേണ്ടി. ഒരു രാജ്യം തയ്യാറാകുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മളെന്തിനാ പൈസ ചെലവഴിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത്. മാത്രമല്ല ജർമ്മനി എല്ലായ്പ്പോഴും എണ്ണ മേടിച്ചിരുന്നത് റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പുടിനും അതുപോലെ ജർമ്മൻ ചാൻസലർമാരും ഒക്കെ തമ്മിൽ നല്ല ബന്ധമാണ്. ഇപ്പോൾ ഒലീഫ് ഷോൾസും നേരത്തെ പുടിനുമായിട്ട് പോയി ചർച്ച നടത്തി. എന്തിനാ? അവിടെ നിന്ന് ഓയിൽ മേടിക്കണം. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ കിട്ടി, അതിൻ്റെ ലാഭത്തിൽ ജർമ്മനി മുന്നോട്ട് പോകുന്നു. പക്ഷേ അതിനകത്തുനിന്ന് പോലും 2% പൈസ ഇവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ജർമ്മനിയെ ഞങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? മാത്രമല്ല ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തിനാണ് എല്ലാ കാര്യത്തിനും ഇങ്ങനെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓരോ രാജ്യത്തിനും സ്വന്തമായി ഒരു സുരക്ഷാ സംവിധാനം വേണം, അവർക്ക് ലക്ഷ്യങ്ങൾ വേണം, എല്ലാ കാര്യത്തിനും അമേരിക്ക വേണം, എല്ലാ കാര്യത്തിനും യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ വേണം. അപ്പോൾ പലതവണയായി ഇമാനുവൽ മാക്രോൺ ഇക്കാര്യം പറഞ്ഞപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഇതൊരു വലിയ ചർച്ചയായി മാറി. ശരിയാണ്, നമുക്കതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ നാറ്റോ സഖ്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലൊരു അകൽച്ചയിലേക്ക് എത്തി. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് അത് കൂടി വരികയും ചെയ്തു. കാരണം ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ അംഗത്വം നേടാൻ ശ്രമിച്ചതാണ് ഈ യുദ്ധത്തിൻ്റെ കാരണം. അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഈ നാറ്റോയിൽ അംഗത്വത്തിന് ഉക്രൈൻ വരില്ല, അല്ലെ ഉക്രൈൻ എടുത്തവരെയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലപാടെടുത്തേനെ. അങ്ങനെ നിലപാടെടുക്കാതെ ബൈഡൻ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഈ ഉക്രൈൻ റഷ്യക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരികയും റഷ്യ അവരെ ആക്രമിക്കുകയും ചെയ്തത്. എന്തിനു വേണ്ടത്? റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിന് കാരണം തന്നെ ഈ ബൈഡനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഈ ബ്രിട്ടൻ ഇപ്പോൾ പുട്ടിൻ്റെ അടുത്ത പ്രശ്നം എന്താ? പുട്ടിൻ ഈ ഉക്രൈന് നേരെ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിച്ചു. അപ്പം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചപ്പോൾ അവർക്ക് നേരെ വന്ന മിസൈലുകൾ പലതും ബ്രിട്ടനിൽ നിന്നാണ് മനസ്സിലാക്കി. അതുകൊണ്ട് പറയുകയാണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഉക്രൈൻ അല്ല, ഈ പറയുന്ന ബ്രിട്ടനാണ്. എന്നാൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിൽ ഞങ്ങൾക്ക് ജൈവ അതുപോലെ ആണവ പോർമുനകൾ ഉപയോഗിക്കാമായിരുന്നു, ഞങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഇനി ഞങ്ങൾ ജൈവ അല്ലെങ്കിൽ ആണവ പോർമുന ഉപയോഗിച്ച് അടുത്ത അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടനെ ആയിരിക്കും. അതായത് ബ്രിട്ടനിലെ റാഫ് ലോഹൻ ഹീത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതായിരുന്നു ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെയൊക്കെ ആണവ ആയുധ സംഭരണശാല. ഇപ്പോഴും ഇവിടെ ആണവായുധങ്ങളുണ്ട്, വലിയ ആയുധ സംഭരണശാല കൂടിയാണ്. അവിടേക്ക് റഷ്യ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വലിയൊരു ദുരന്തം. വലിയ ദുരന്തം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ മേഖലയിൽ 2 ഡ്രോണുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറക്കുന്നു, നിരീക്ഷിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങനെ നിരീക്ഷിക്കണമെങ്കിൽ അത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ റഷ്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ ആയുധം കൊടുത്ത ബ്രിട്ടനാണ്, ഞങ്ങൾ ബ്രിട്ടനെ അടിക്കുമെന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടനെ അടിച്ചാൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ അടിച്ചാൽ സ്വാഭാവികമായിട്ടും അമേരിക്ക യുദ്ധത്തിലേക്ക് ഇടപെടേണ്ടി വരും. അപ്പോൾ റഷ്യ അതിനകത്ത് പുതിയൊരു തന്ത്രം പ്രയോഗിക്കും. റഷ്യ എന്ത് കൊടുക്കും? പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ഹൂത്തികൾക്ക് ആയുധവും പണവും ഒക്കെ നൽകുന്നു. ഹൂത്തികൾക്ക് ആയുധവും പണവും നൽകിയാൽ എന്ത് പറ്റുന്ന സൗദി
സൗദിയുടെ അല്ലെ അമേരിക്കയുടെ ഫ്രാൻസിന്റെ ഒക്കെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തും. നടത്തും. അപ്പം അവരെ പ്രതിരോധിക്കാൻ അമേരിക്ക അങ്ങോട്ട് പോകും. അപ്പൊ ഇപ്പുറത്ത് റഷ്യ എന്ത് കൊടുക്കും? ഉക്രൈനെയും നാറ്റോ രാജ്യങ്ങളെയും ആക്രമിക്കും. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുട്ടിനുമായിട്ട്, അതായത് ട്രംപിന് നല്ല ബന്ധമാണ്, അത് തകരരുതെന്നുണ്ട്. പക്ഷെ ബൈഡൻ ഇതിനകത്ത് ഇത് കളിച്ചിട്ട് പുട്ടിനും ട്രംപിനും ഉള്ള ബന്ധം തകർക്കാൻ ശ്രമിക്കുന്നു. ഇത് പുട്ടിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ട്രംപിനും ചെയ്യാൻ പറ്റില്ല. കാരണം ട്രംപ് അധികാരത്തിൽ കയറിയില്ല, പുട്ടിൻ ഇവിടെ നിലനിൽക്കുന്നു. പുട്ടിനെ കുറേ നേരം ബൈഡൻ ചൊറിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചൊറിച്ചിലിന്റെ ആഫ്റ്റർ എഫക്റ്റ് ട്രംപും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹൂത്തികൾക്ക് പണവും ആയുധവും ഒക്കെ കൊടുത്ത് കപ്പലുകളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അമേരിക്ക ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ റഷ്യ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഒരു ബ്രിട്ടീഷ് സൈനികരെ പിടികൂടിയ രംഗങ്ങൾ അല്ലെ അതിൻ്റെ ദൃശ്യങ്ങൾ അയാളെ ചോദ്യം ചെയ്തു. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? ബ്രിട്ടൻ ഇയാളെ പോളണ്ട് വഴി യുക്രൈനിലേക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യം കൂലിപ്പടയാളമായിട്ട് ഉക്രൈന് വേണ്ടി അവിടെ യുദ്ധം ചെയ്യാൻ എത്തുന്നു. അതിലൊരാളെ കൂടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ 2019 മുതൽ 23 വരെ ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്ത ഒരു ആർമി ഓഫീസറാണ്. ഗേറ്റ് സിഗ്നൽമാനോ അങ്ങനെ മറ്റൊരു പോസ്റ്റാണ്. അപ്പം ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, എന്നെ നിർബന്ധിച്ച് ബ്രിട്ടൻ വിട്ടതാണ്, എനിക്ക് ഇവിടെ വരാൻ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം റഷ്യ പറയാണ്, നിങ്ങൾ കണ്ടോ ഉക്രൈന് വേണ്ടി സഹായം ചെയ്യുന്ന ഇന്ന രാജ്യങ്ങളാണ്, ഞങ്ങൾ ബ്രിട്ടനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇയാളെ ബ്രിട്ടൻ്റെ ആളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബ്രിട്ടൻ ഒന്നും മിണ്ടുന്നില്ല. പകരം പറഞ്ഞു, ആ സൈനികന്റെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു. അപ്പോൾ എന്തിനാണ് അങ്ങനെ സംരക്ഷിക്കുന്നത്? അപ്പോൾ അവർ വിട്ട ഒരാളായത്. അപ്പൊ ഞങ്ങൾ ഇനി ഒന്നും നോക്കാനില്ല എന്നാണ്. അപ്പൊ ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നാറ്റോയെ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കും എന്നുള്ളൊരു നിലപാട് റഷ്യ സ്വീകരിക്കുന്നുണ്ട്. അമേരിക്കയെ ഒന്ന് കണ്ണടയ്ക്കുന്നുണ്ട്. ട്രംപ് വരുമ്പോൾ ശരി തീർത്തു എന്ന് പറയും. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ES-400 പോലെയുള്ള റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം വാങ്ങി. അവർ നാറ്റോ സഖ്യത്തിലുള്ളതാണ്. അപ്പോൾ ഈ തുർക്കിയെ പുറത്താക്കാനായിട്ട് നാറ്റോ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് നാറ്റോ സഖ്യത്തിലുള്ള ഒരു രാജ്യത്തെ പുറത്താക്കാൻ പറ്റില്ല, പകരം അവർ സ്വയം ഒഴിഞ്ഞു പോകും. അപ്പോൾ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? സമ്മർദ്ദങ്ങൾ കൊടുക്കും. ഇപ്പോൾ എന്താ ഡിസിഷൻ മേക്കിങ്ങിൽ ഡിപ്ലോമാറ്റിക് പ്രഷറൊക്കെ നൽകിയിട്ട്, അതുപോലെ ജോയിന്റ് മിലിറ്ററി പരിശീലനമൊക്കെ ഉണ്ടല്ലോ, ഈ സംയുക്ത അതിൽ നിന്നൊക്കെ ഒഴിപ്പിച്ച് നിർത്തി ഇവരെ ഒറ്റപ്പെടുത്തി കഴിയുമ്പോൾ ഇവർ പുറത്തേക്ക് പോകും. അപ്പോൾ ട്രംപിന് ഈ പോളണ്ടിനെയും തുർക്കിയെയും ഒന്നും അത്ര ഇഷ്ടമല്ല. അവർ നാറ്റോയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ്. പണ്ട് USSRനൊപ്പം നിലനിന്നിരുന്ന ചില രാജ്യങ്ങളുണ്ട്, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങൾ. അതുപോലെ തന്നെ പോളണ്ട്, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, സ്ലൊവേനിയ, റൊമേനിയ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യയോട് യോജിച്ചും വിയോജിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് രാജ്യങ്ങളെ പുറത്താക്കാനായിട്ട് ട്രംപ് തീരുമാനിക്കുന്നു. കാരണം നാറ്റോയെ ഒന്ന് ഉടച്ചു വാർക്കാം, തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ചില രാജ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ റഷ്യയും അതിനോട് യോജിക്കും. അപ്പോൾ റഷ്യയും വേണമെങ്കിൽ ഒരു യുദ്ധത്തിൽ ഉള്ള അതിൽ നിന്ന് ഒഴിവായി നിർത്തും. കാരണം ട്രംപിന്റെ ആ നിലപാട് നാറ്റോയെ തകർക്കുക എന്നാണല്ലോ, അത് തന്നെയാണ് പുട്ടിന്റെ ലക്ഷ്യം. അപ്പോൾ ഇരു രാജ്യങ്ങളും നാറ്റോയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചാൽ അതിന്റെ ഗുണം ഈ യുദ്ധം ഒഴിവാകും. കാരണം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് കച്ചവടം തന്നെയാണ് താല്പര്യം, അല്ലാതെ യുദ്ധമല്ല ലക്ഷ്യം. ഒരു ലക്ഷ്യമില്ല. എന്തിനാണ് അല്ലെ നമ്മുടെ നാട്ടിലെ പൈസ കളയുന്നു. മാത്രമല്ല ഏതൊരു രാജ്യത്തിന് സഹായം ചെയ്യുന്നത് ഈ അമേരിക്ക. ഇപ്പം റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ബൈഡൻ കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായവും സൈനിക സഹായവും ഒക്കെ ഈ ട്രംപ് വന്നാൽ അങ്ങ് നിലയ്ക്കും. അങ്ങനെ എന്നാൽ പിന്നെ ഉക്രൈന് യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മറ്റേടത്ത് അമേരിക്ക വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ്, ഇസ്രായേലിന് എന്ത് പ്രശ്നത്തിനും ഞങ്ങൾ കൂടെ നിൽക്കും. അപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാന് സഹായം നൽകേണ്ടത് റഷ്യയാണ്. പക്ഷേ ഇറാൻ ഇപ്പോൾ റഷ്യ സഹായമൊന്നും നൽകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് പോകാമെന്ന് ഇരു കൂട്ടരും കരുതുന്നുണ്ട്. പക്ഷേ ചെങ്കടലിൽ ഹൂത്തികളെ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ റഷ്യ ആയുധവും പണവും ഒക്കെ നൽകിയ അമേരിക്ക അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇനി നാറ്റോ സഖ്യത്തെ സഹായിക്കുന്നില്ലെങ്കിൽ റഷ്യ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറും. അങ്ങനെയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചേക്കാം. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കണം ഇനി നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യം വേണമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ജപ്പാൻ ഉൾപ്പെടെയുള്ള കുറേ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി, ഇന്ത്യയെ ഉൾപ്പെടുത്തി ഒരു ഏഷ്യൻ നാറ്റോ രൂപീകരിക്കണമെന്ന് ചില രാജ്യങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അമേരിക്കയും ജപ്പാനും ഇന്ത്യയൊക്കെ ചേർന്നിട്ട് ഏഷ്യൻ നാറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ നിലവിലെ നാറ്റോ സഖ്യത്തിന് ഒരു പ്രസക്തിയില്ല, നഷ്ടപ്പെട്ടു. കാരണം USSRന്റെ ഭീഷണിയൊന്നും ഇപ്പോൾ നിലവിലില്ല. മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഇതെല്ലാം കൊണ്ട് മാത്രമല്ല അമേരിക്ക ഇന്ത്യ തമ്മിൽ നല്ല ബന്ധമാണ്. ഇനി ട്രംപ് വന്നാൽ ഈ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പുട്ടിൻ ഒരു യുദ്ധത്തിലേക്ക് കടക്കും, അല്ലെങ്കിൽ നിർബന്ധമായി യുദ്ധം ചെയ്യും എന്നൊരവസ്ഥയിലേക്ക് വന്നാൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നാറ്റോ വിപുലീകരണം എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക തീരുമാനിക്കും. ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ബൈഡന്റെ നിലപാടല്ല എൻ്റെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായമോ നാറ്റോ വിപുലീകരണമോ എൻ്റെ ലക്ഷ്യമല്ല. മാത്രമല്ല നിങ്ങളുടെ GDP-യിൽ നിന്ന് 2% ഡിഫൻസ് കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇനി നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നില്ല. അപ്പൊ നാറ്റോയിൽ നിന്ന് കുറെ രാജ്യങ്ങളെ എടുത്തു കളയാൻ അമേരിക്ക തയ്യാറായി മുന്നോട്ട് വരും. പിന്നല്ലാതെ എല്ലാ കാര്യത്തിലും അമേരിക്ക പൈസ കൊടുക്കണ്ടല്ല. സ്വന്തം രാജ്യത്തെ
രാജ്യത്തെ പൗരന്മാരുടെ ടാക്സ് എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പുട്ടിനും ഈ നാറ്റോയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നാറ്റോ എന്ന് പറയുന്ന ഒരു സഖ്യം ഇല്ലാതായാൽ ഒരുപക്ഷെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഈ പ്രശ്നത്തിന് തന്നെ വലിയൊരു പരിഹാരമാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ അവസാനമായിട്ട്? തീർച്ചയായും അത്തരത്തിലൊരു പരിഹാരത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. അതെ.